ഫയലിലേക്ക് സ്വാഗതം. 100 ചോദ്യങ്ങളുടെ ഒരു റിവിഷൻ ക്ലാസ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്? മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് വലനം എന്നാണ്. വലനം, ഫോൾഡിംഗ്. ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് തരം ഫലകാതിരിലാണ്? ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് തരം ഫലകാതിരിലാണ്? സംയോജക സീമയാണ്. സംയോജക സീമ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി സിയാച്ചിനാണ്. സിയാച്ചിൻ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം? അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ബോംഡില ചുരമാണ്. ബോംഡില ചുരമാണ് അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കരേവ മണ്ണാണ്. കരേവ മണ്ണ്. കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ്. കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വർഷം? ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വർഷം 1953 ആണ്. 1953 മെയ് 29 ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏത്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി നദിയാണ്. കബനി നദി. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി ഏത് എന്ന് കമന്റ് ചെയ്യുക. ഏറ്റവും ചെറിയ നദി. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് അറിയപ്പെടുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നു മലനാട് എന്ന്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് അറിയപ്പെടുന്നത്. അഗ്നികുണ്ഡലഖനി. അഗ്നികുണ്ഡലഖനി ഏത് സംസ്ഥാനത്താണ്? അഗ്നികുണ്ഡലഖനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം? കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം രാമവർമ്മപുരമാണ്. തൃശ്ശൂർ ജില്ലയില് രാമവർമ്മപുരമാണ് കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം. തൃശ്ശൂർ ജില്ലയില് രാമവർമ്മപുരം. അയഡിൻ ബാഷ്പത്തിന്റെ നിറം? അയഡിൻ ബാഷ്പത്തിന്റെ നിറം വയലറ്റ് ആണ്. അയഡിൻ ബാഷ്പത്തിന്റെ നിറം എന്താണ്? വയലറ്റ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. മുംബൈ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ. കോശകേന്ദ്രം കണ്ടെത്തുകയും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ? കോശകേന്ദ്രം കണ്ടെത്തുകയും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്തത് ആരാണ്? റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗം? മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗമാണ് മാഹാളി. ഏത് രോഗമാണ്? മാഹാളി. മാഹാളി ബാധിക്കുന്നത് ഏതിനെയാണ് എന്ന് ചോദിച്ചാൽ ഏതിനെയാണ്? കവുങ്ങിനെയാണ് മാഹാളി ബാധിക്കുന്നത്. കവുങ്ങ്. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം? റെഡ് ക്രോസ് സ്ഥാപിതമായത് 1863 1863. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ? മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ഹുക്ക്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. ആരുടെ വരികളാണിവ? വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി.
പണ്ടാരപ്പാട്ട വിപ്ലവം നടന്ന വർഷം. പണ്ടാരപ്പാട്ട വിപ്ലവം നടന്നത് 1865 1865 പണ്ടാരപ്പാട്ട വിപ്ലവം നടന്നത്. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര്. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് യൂട്രോഫിക്കേഷൻ. പേരെന്താണ്? യൂട്രോഫിക്കേഷൻ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 370 ആണ്. ആർട്ടിക്കിൾ 370. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 370. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര്. പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റൊരു പേര് സഹ്യപർവ്വത നിരകൾ എന്നാണ്. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? സഹ്യപർവ്വത നിരകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ HC മുഖർജിയാണ്. HC മുഖർജി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്തു പതിപ്പ് തയ്യാറാക്കിയത് ആര്? ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്തു പതിപ്പ് തയ്യാറാക്കിയത് വസന്തകൃഷ്ണനാണ്. വസന്തകൃഷ്ണൻ. ലോകത്തെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലം. ഇന്ത്യയിൽ ആയുധ നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആര്? ഇന്ത്യയിൽ ആയുധ നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ പ്രഭുവാണ് ഇന്ത്യയിൽ ആയുധ നിയമം നടപ്പിലാക്കിയ വൈസ്രോയി. ഫുലൻ ദേവിയെക്കുറിച്ച് പണ്ഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത്. ഫുലൻ ദേവിയെക്കുറിച്ച് പണ്ഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത് മാലാസെൻ ആണ്. മാലാസെൻ. PK കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PK കാളൻ ഗദ്ദികയാണ്. ഗദ്ദിക കലാകാരനാണ് PK കാളൻ. കപില എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ്? കപില. കപില എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കബനി നദിയാണ്. കബനി നദിയാണ് കപില എന്നും അറിയപ്പെടുന്നത്. ഗ്യാസ്ട്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആമാശയമാണ്. ഗ്യാസ്ട്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആമാശയം. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 23 ആണ്. ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നു. സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? സിറോഫ്താൽമിയ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമാണ് സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നത്. വിറ്റാമിൻ എ. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് എന്നാണ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26 1950 ജനുവരി 26. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് 1978 1978. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഷകൾ എത്രയാണ്? ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഷകൾ 22 ആണ്. 22 ഭാഷകൾ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗോദാവരി നദിയാണ്. ഗോദാവരി നദിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി. ജോലി ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് ആര്? ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ക്ഷേത്രത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദ തീർത്ഥനാണ്. സ്വാമി ആനന്ദ തീർത്ഥൻ. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല.
ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ്. കൃഷിയിടങ്ങൾ. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന തീയതി. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 2013 സെപ്റ്റംബർ 12 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത്. 2013 സെപ്റ്റംബർ 12. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. PT ഉഷ. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 1965 1965. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഓഗസ്റ്റ് പ്രക്ഷോഭം, ഭാരത് ജോഡോ ആന്തോളൻ. ഓഗസ്റ്റ് പ്രക്ഷോഭം എന്നറിയപ്പെടുന്ന സമരം ഏത് എന്ന് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഓഗസ്റ്റ് പ്രക്ഷോഭം, ഭാരത് ജോഡോ ആന്തോളൻ. എംഫിസിമ ബാധിക്കുന്ന അവയവം. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശം. നീതി ആയോഗിന്റെ ഭരണസമിതി ഗവേണിംഗ് കൗൺസിൽ. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത്. കരിഞ്ചന്ത VT ഭട്ടതിരിപ്പാടാണ്. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിലാണ്. അമ്പുകുത്തി മല. ടേബിൾ ലാൻഡ് എന്നും അറിയപ്പെടുന്ന ഭൂരൂപം ഏത്? ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്നത് പീഠഭൂമിയാണ്. ടേബിൾ ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരിയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ജോസഫ് ബ്ലാക്ക് ആണ്. ജോസഫ് ബ്ലാക്ക്. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോന്തി. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഏതാണ്? ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പള കായലാണ്. ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കായൽ. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. വിവരാവകാശ നിയമം തമിഴ്നാട്ടിലാണ്. 1997 തമിഴ്നാട്ടിലാണ് വിവരാവകാശ നിയമം ആദ്യമായിട്ട് പാസാക്കിയത്. നീതി ആയോഗിന്റെ ആദ്യത്തെ CEO ആര്? നീതി ആയോഗിന്റെ ആദ്യത്തെ CEO സിന്ധു ശ്രീ ഗുള്ളർ. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര്. വയനാട് വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത്. മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപം. മയിൽപീലി തൂക്കം അർജുന നൃത്തമാണ്. മയിൽപീലി തൂക്കം എന്നും അറിയപ്പെടുന്ന കലാരൂപം അർജുന നൃത്തം. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിന്റെ നൈൽ ഭാരതപ്പുഴ. കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല. കല്ലായിപ്പുഴ ഒഴുകുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട്. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണ്. 16 കിലോമീറ്റർ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴ. പെരിയാർ, മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്ന് രണ്ടായി വേർപിരിയുന്ന സ്ഥലം. പെരിയാർ നദി മാർത്താണ്ഡപ്പുഴയെന്നും മംഗലപ്പുഴയെന്നും രണ്ടായി വേർപിരിയുന്നത് ആലുവയിൽ വെച്ചിട്ടാണ്. ആലുവ. നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യ വനിത ആര്? നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യ വനിത മാഡം ക്യൂറിയാണ്. മാഡം ക്യൂറി. ഏത് ധാതുവിന്റെ ആധിക്യം കാരണമുണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്? സിഡറോസിസ് ഉണ്ടാകുന്നത് ഏത് ധാതുവിന്റെ ആധിക്യം കാരണമാണ്? ഇരുമ്പാണ്. ഇരുമ്പിന്റെ ആധിക്യം കാരണമുണ്ടാകുന്നതാണ് സിഡറോസിസ്. ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുദ്രാവാക്യമാണ് ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത്. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന. വർണ്ണാന്തത ഇഷിഹാര ടെസ്റ്റ് ആണ്. ഇഷിഹാര ടെസ്റ്റ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് മാസ്.
ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ഗാലക്സികൾ തമ്മിലുള്ള ദൂരം പാർസെക് ആണ്. പാർസെക്. വിറ്റാമിൻ ഇയുടെ രാസനാമം വിറ്റാമിൻ ഇ. ടോക്കോഫെറോൾ. അഞ്ചാം വേദം എന്ന് കണക്കാക്കുന്ന തമിഴ് കൃതി ഏതാണ്? അഞ്ചാം വേദം തിരുക്കുറലാണ്. തിരുക്കുറൽ. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ആര്? ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏത്? പീക്ക് 15 എവറസ്റ്റ് ആണ്. എവറസ്റ്റ്. കണ്ണിന്റെ ഏത് ഭാഗത്താണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്? കണ്ണിന്റെ ഏത് ഭാഗത്താണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്? റെറ്റീനയിലാണ്. റെറ്റീന. മാവിന്റെ സസ്യശാസ്ത്ര നാമം? മാവിൻ്റെത് മാഞ്ചിഫെറ ഇൻഡിക്ക. മാഞ്ചിഫെറ ഇൻഡിക്ക. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവം. ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് കൈകാര്യം ചെയ്തത് ആര്? ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായുള്ള വകുപ്പ് കൈകാര്യം ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 1950 ജനുവരി 26. ചർക്ക തിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ? ചർക്ക തിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ മാർഗരറ്റ് ബുർക്കെ വൈറ്റ് ആണ്. മാർഗരറ്റ് ബുർക്കെ വൈറ്റ്. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഉപകരണം? രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം ഹീമോസൈറ്റോമീറ്റർ ആണ്. ഹീമോസൈറ്റോമീറ്റർ. തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടലിലെ അസ്ഥി? തലയോട്. അറ്റ്ലസ് ആണ്. അറ്റ്ലസ്. ലവണജല മുതലയ്ക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ ദേശീയോദ്യാനം? ലവണജല മുതലയ്ക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ ദേശീയോദ്യാനമാണ് ഭിട്ടാർകണിക. ഭിട്ടാർകണിക. ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമി എവിടെയാണ്? ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമി ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. ലോമികകൾ കണ്ടുപിടിച്ചത് ആരാണ്? ലോമികകൾ മാർസെല്ലോ മാൽപിജി ആണ്. മാർസെല്ലോ മാൽപിജി ആണ് ലോമികകൾ കണ്ടുപിടിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് 1857 ഓഗസ്റ്റ് 2 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും കലാപകാരികളും ഏറ്റുമുട്ടിയ സ്ഥലം ഏതാണ്? ആഗ്രയാണ്. ആഗ്ര. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ്. ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? സൂര്യനിൽ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസം? ഐസ് സ്കേറ്റിംഗ് പുനർഹിമായാനമാണ്. പുനർഹിമായാനം. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി? ജൈവമണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. സുമംഗല എന്ന തൂലികാ നാമത്തിൽ എഴുതുന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേര്? സുമംഗലം. ലീല നമ്പൂതിരിപ്പാടാണ്. ലീല നമ്പൂതിരിപ്പാട്. കോശത്തിൽ മർമ്മമില്ലാത്ത ജീവികൾ അറിയപ്പെടുന്ന പേര്? മർമ്മമില്ലാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ. പ്രോകാരിയോട്ടുകൾ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JC ഡാനിയൽ ആണ്. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? 61-ാം ഭേദഗതിയാണ്. 61-ാം ഭേദഗതിയിലാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കി മാറ്റിയത്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം? വേട്ടക്കാരൻ ഓറിയോൺ ആണ്. ഓറിയോൺ. അവസാനത്തെ ചോദ്യം, ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആര്? ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി അണ്ണാ ഹസാരെയാണ്. അണ്ണാ ഹസാരെ. പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.